കൂടുമ്പോഴും ഇമ്പം കൂടുന്നതാണ് കുടുംബല്ലേ. അപ്പം ഇന്ന് ഇതാക്കണം വലിയൊരു കുടുംബത്തിലെ ചെറിയൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ. അപ്പം വേഗം നമുക്ക് ഒരുങ്ങിയാലോ. കണ്ട് 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 ബോറടിച്ച വിഷയങ്ങളൊന്നും ഞാൻ എടുത്തിരുന്നില്ല. ഒക്കെ പുതിയതാണ് കേട്ടോ. മുഖങ്ങൾ പുതിയതാണ്, അടുക്കള പുതിയതാണ്, ഫുഡ് പുതിയതാണ്, ഒക്കെ പുതിയതാണ്. ഇന്നിപ്പം അങ്ങോട്ട് പോകുന്നോളി. എന്തൊക്കെ ഉണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് പോണത്. അങ്ങനെ രാവിലെ അതൊരു 8, 8:30, 9 മണിയായപ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുങ്ങി കെട്ടി ചമഞ്ഞ് ഇതാക്കണം പൊട്ടി അടിച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഡ്രൈവർ ഇതാക്കണം റെഡിയായി വണ്ടി ഓട്ടാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എവിടെയാണ് കല്യാണം, എന്താ കല്യാണം, ആരുടെ കല്യാണം എന്നൊക്കെ ഞാൻ വഴിയേ ഇങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടോ. ഏതായാലും കല്യാണം വരെയൊക്കെ ഇങ്ങോട്ട് എത്തട്ടെ. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കുളിച്ച് കുട്ടാപ്പിയായിട്ട് നല്ല ഉഷാറായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട്, ചായ മാത്രമേ ഉള്ളതെന്ന് കേട്ടോ. കടിയൊന്നും ഉണ്ടാക്കാനൊന്നും ഒന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നല്ല ഉഷാറായിട്ട് തട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കടിയൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് അവിലും ചായയും കുടിച്ചിട്ട് ഞങ്ങൾ 5 ആൾ കൂടി പോരുകയാണ്. അപ്പം മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഷയമല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടേ പോരുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നല്ല ഉഷാറായിട്ട് തന്നെ പോകുകയാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടി ഇതാക്കണം കല്യാണപ്പരയിൽ എത്രയും മുന്നേ കല്യാണത്തെ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങൾ പറയാണ്ടല്ലോ. ഇതിപ്പോൾ നമ്മളെ തറവാട് ഇതാ പുതുക്കി പണിതാട്ടോ. നല്ല ഉഷാറായിക്കണം രാത്രി ഫോട്ടോ എടുത്തപ്പം. അപ്പോൾ അങ്ങനെ തറവാടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ കല്യാണമല്ല, നമ്മളെ വല്യച്ഛൻ്റെ പേരക്കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അന്ന് രാത്രി നമ്മളവിടെ പോയിരുന്നു. അപ്പോൾ രാത്രി കുറച്ച് വീഡിയോ എടുത്തു കേട്ടോ. അവിടെ ചെന്ന് വീഡിയോ എടുത്തപ്പോഴേക്ക് എന്തെന്നില്ലാത്തൊരു ഉത്സാഹം ഉന്മേഷം വന്നിട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും വീഡിയോയിൽ നിന്ന് തരുന്നുണ്ട്. നമ്മളെ കണ്ടിട്ട് ആരും മണ്ടണില്ല. ഇന്നെടുക്കില്ലേ, ഞങ്ങളെടുക്കില്ലേ, ഞങ്ങളെ കുട്ടികളെടുക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് പോലെ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ചാറ ഞാനങ്ങോട്ട് വീഡിയോ എടുക്കൽ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഉള്ളി കാര്യങ്ങളൊക്കെ നന്നാക്കണ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു ഏരിയ കൂടെ ഒക്കെ ഉണ്ട്. തലേന്ന് ഇതാക്കണം എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഉള്ളി കാര്യങ്ങളൊക്കെ നന്നാക്കും. ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് വർത്താനൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടി ഒരു കട്ടൻ ചായയും മിച്ചറും കായും കൂടി ആയാൽ ഉഷാറായി. പിന്നെ അതാ കുറേ കുടുംബക്കാർ കല്യാണത്തിനൊക്കെ ആണല്ലോ കുറേ കുടുംബക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റുക. അപ്പോൾ അവരോടൊക്കെ ഒന്ന് വർത്താനം പറയും, വിശേഷങ്ങൾ ചോദിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ അതിലവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ കല്യാണം എന്ന് പറയുന്നത് അതാ ഈ നെറ്റി മുട്ടി നിൽക്കണ പോലെ കല്യാണമാണ് കേട്ടോ. അത് രണ്ടും നമ്മളെ കുടുംബക്കാർ തന്നെയാണ്. അപ്പം അങ്ങനെ ആ കല്യാണത്തിനാണ് ഇപ്പോൾ നമ്മൾ പോന്നിട്ടുള്ളത്. നമ്മളെ ഓട്ടോറിക്ഷ ഇവിടെ എത്തിയിട്ടുണ്ട്. പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പെണ്ണിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം ഉള്ളത്. അപ്പോൾ അങ്ങനെ ചെക്കനും കൂട്ടരും കൂടി ഇതാ വരവാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മൾ ഇവര് ഇങ്ങോട്ട് കുറച്ചും കൂടി മുന്നേ വന്നിട്ട് ഹാജരായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഒന്നും ആരും അറിയാത്തല്ല കേട്ടോ. പെണ്ണിൻ്റെ ഭാഗത്തോരും നമ്മളെ കുടുംബക്കാരാണ്, ചെക്കൻ്റെ ഭാഗത്തോരും നമ്മളെ കുടുംബക്കാരാണ്. അങ്ങനെ എല്ലാം കൂടി മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ വലിയൊരു കുടുംബത്തിൻ്റെ കല്യാണമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെക്കനെ ആനയിച്ചാണ്ട് ഇതാക്കണ ഒരു കൊണ്ടുപോകുന്നുണ്ട്. ഹാൾക്കാണ് കൊണ്ടുപോകുന്നത്. വലിയൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ. വലിയ നല്ല രസമുണ്ട്. കുറേ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഓഡിറ്റോറിയമാണ്. അതിനും ഇതാക്കണം നല്ല റേറ്റും ആവും കേട്ടോ. നല്ല റേറ്റ് ആവും തോന്നുന്നുണ്ട്. ഏതായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കട്ടെ. ഭാഗ്യത്തിന് ഇതാക്കണം ഞാൻ ചെന്നപ്പോൾ തന്നെ ഈ വരവാണ് കണ്ടത്. വേഗം ഇങ്ങോട്ട് വീഡിയോ എടുത്തിട്ടോ. അതൊന്നും മിസ്സാകരുതല്ലോ, ഒറ്റൊരു ഷോട്ട് മിസ്സാകരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ പെണ്ണും ചെക്കനും ഒക്കെ അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ കെട്ടാൻ റെഡി എന്നും പറഞ്ഞാൽ ഇതാക്കണം നമ്മൾ ചെക്കന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും നല്ല സന്തോഷത്തോടു കൂടി ഒരു കെട്ടട്ടല്ലേ. അപ്പം ഞാനിതാക്കണം ഈ ഒരു കസേരയിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആരാരും എടുക്കണ്ടേന്ന് അറിയില്ല, എല്ലാവരും നമ്മളെ ആൾക്കാരല്ലേ. അതുകൊണ്ട് നേരത്തെ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്തു ഉഷാറായിട്ട്. അപ്പോൾ താലികെട്ടിൻ്റെ അതാണ് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ജനങ്ങൾ ഉണ്ടായോണ്ടും തന്നെ ഇത്തിരി മടി ഉണ്ടായിരുന്നു. മടി ഇങ്ങോട്ട് മാറി കിട്ടണില്ല കേട്ടോ. അപ്പം എന്നാലും സാരല്ല, ഞാനങ്ങോട്ട് എടുത്തിട്ടുണ്ട്. സൂമാക്കാക്കിയിട്ട് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതുപോലെ താലി കെട്ടട്ടെ. അപ്പം നമുക്ക് കൈ അടിക്കാനായിട്ട് നിൽക്കട്ടോ. അപ്പോൾ നമ്പൂതിരി ഇതാക്കണ പൂജയും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ താലി കൊടുക്കുന്നുണ്ട്, മാല കെട്ടുന്നുണ്ട്. അങ്ങനെ ഭയങ്കര പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇതാക്കണം ഇക്കില്ല അന്നത്തിനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ട് നിൽക്കണത്. അപ്പോൾ അങ്ങനെ താലികെട്ടെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു. എല്ലാവരും കൈയൊക്കെ കൊട്ടി നല്ല ഉഷാറായി. നിങ്ങൾ മംഗളമായിട്ട് അങ്ങോട്ട് നടക്കട്ടെ പോലെ പരിപാടികളൊക്കെ അല്ലേ. കുറേ കാലങ്ങൾ നിൽക്കട്ടെ പോലെ ദാമ്പത്യ ജീവിതം നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പോട്ടെ എന്നില്ലേ പ്രാർത്ഥനയോട് കൂടി ഞാൻ എന്താക്കണ് നമ്മളെ മൂപ്പരെ കൂടി വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥന അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ കൊണ്ടുവന്ന് എൻ്റെ 3 കുട്ടികൾ ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കുറേ ആൾക്കാരുണ്ട്. പിന്നെ നടന്ന് കാണുന്നുണ്ട്. നടന്ന് വർത്താനം പറയുന്നു കുടുംബക്കാരായിട്ടും കൂട്ടക്കാരായിട്ടും ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അങ്ങനെ നടന്ന് ലാസ്റ്റ് നമ്മളെത്തിയ കലവറയിൽ തന്നെയാണ്. ഇതാണല്ലോ മെയിൻ. ഫുഡ് മുഖ്യം പിക്കില്ലേ. അങ്ങനെ 11:30 മണിയായപ്പോൾ ഞങ്ങൾ ചോറ് തിന്നു കേട്ടോ. ചോറ് എന്ന് പറയുകയാണെങ്കിൽ നല്ല റൈസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി ചിക്കൻ കടായും കൂടി ഉണ്ടായിരുന്നു. അതിങ്ങോട്ട് അകത്താക്കിയപ്പോൾ ഇതിനൊരു കുളിർമ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചാറ്റലും ചീറ്റിലായിട്ട് പിന്നെ അപ്പളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ അതാകണേ എല്ലാവരും ഇതായിട്ട് വീഡിയോയിൽ പെടുത്തണമല്ലോ എന്ന് വിചാരിച്ചതൊക്കെ ഓരോരുത്തരും ഇങ്ങോട്ട് കുറവായിട്ട് മണ്ടിയിട്ടും കയ്യില്ല കേട്ടോ. എന്നാലും ഞാൻ ഓടിച്ചിട്ട് പോലെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്.
അപ്പോൾ ഓരോരുത്തർ ഇതാക്കണ ആയിക്കോട്ടെയൊക്കെ ഫോട്ടോ എടുത്ത് നടക്കുകയാണ്. ഇപ്പം പ്രധാനമായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ ഫോട്ടോ എടുത്ത് നടക്കണതാണല്ലോ. അപ്പോൾ കുഞ്ഞാറ്റയാണ് ഇപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. അവിടെ ഒരു വാളുണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു നീല വാളായിരുന്നു അത്. അപ്പോൾ അതിമ നിൽക്കുമ്പോൾ നല്ലൊരു കളറല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അതാകണ അപ്പു ഉണ്ടായിരുന്നു, പൊന്നുണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഒരു ഹൈ പറയണം. മതി മതി ഹൈ ഹൈ ഹൈ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പാടം കൂടിയിട്ടൊരു കല്യാണമാണെന്നില്ല. അതിപ്പോൾ നമ്മളെ വല്യച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ നമ്മളെ അകമ്പാടത്തെ കുടുംബക്കാരാണ് കേട്ടോ. കുടുംബക്കാർ നല്ല ചേച്ചീൻ്റെ കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഫോട്ടോ എടുത്തു, കുറേ വീഡിയോ എടുത്തു ഞാൻ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചാർജ് ചെയ്യണമല്ലോ. ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നൊക്കെ പോകുന്നു. രാത്രിയാണ് ഇവിടുത്തെ പരിപാടി. വൈകുന്നേരം മുതലാണ് ഇവിടെ പരിപാടി നടക്കുന്നത്. അപ്പോൾ അച്ഛമ്മനതാകണം ഒരുക്കി കൊടുക്കാനുള്ള പരിപാടിയാണ്. പേരക്കുട്ടികളെ ഒരുക്കി കൊടുത്ത് പിന്നെ പെണ്ണിനെ കയറ്റി കഴിഞ്ഞാൽ അമ്മ പെട്ടെന്ന് തന്നെ ആ സാരി അങ്ങോട്ട് മാറ്റിയിട്ട് ചോറുന്നാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. 4-4:30 5 മണിയൊക്കെ ആയപ്പോഴാണ് ഈ പരിപാടി ഇല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ മഴ പെയ്യുന്നുണ്ട്. അമ്മ തപ്പിത്തറിഞ്ഞ് തലയിൽ ഇതാ തോണിയൊക്കെ ഇട്ടാണ്ട് പോവുക കേട്ടോ. അപ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കല്യാണ വീടുള്ളത്. അതാ കാണുന്നതാണ് കേട്ടോ കല്യാണ വീട്. ഇനിയില്ല പരിപാടി തേട്ടക്കാരെ കാത്തിരിക്കാണ്ട്. തേട്ടക്കാരെന്ന് പറയുമ്പം ഈ പെണ്ണിൻ്റെ പെണ്ണിനെ ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുമല്ലോ, അതിനാണ് തേട്ടക്കാരെന്ന് പറയുക, തേട്ടക്കാർ. അപ്പം അങ്ങനെ അപ്പോൾ ഓല് വരുന്ന അങ്ങനെ കാത്തിക്കട്ടെ. അപ്പോൾ ഒരു ബസ്സിന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു വാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. വരുന്നത് നമ്മളെ കുടുംബക്കാർ തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അതിലാണ് ചെക്കനും പെണ്ണും കൂടി പറ ഫോട്ടോ എടുക്കാനായിട്ട് സാരിയൊക്കെ മാറ്റിയിട്ട് ഈ കൂടെയൊക്കെ ഒന്ന് പോയി വരുന്നത് കണ്ടത്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടല്ലേ, ഒരു കല്യാണമല്ലേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഓലങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊളിക്കട്ടെ. അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി വന്നപ്പം അവിടെ എത്തിച്ചേരണല്ലോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു 5-5:30-6 മണി ആകണോടൊപ്പം ഞങ്ങൾ ചോറുന്നാൻ പോകട്ടെ. കാരണം 11:30 നമ്മൾ ചോറുന്നതാണ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന്. ഇവിടെ എത്തിയപ്പോഴത്തിനൊരു ഇതായിക്കണല്ലോ. ഇപ്പോൾ രാത്രി ഫുഡൊന്നും ഉണ്ടാവില്ല. അതായി ഒരു നേരത്താണ് നമ്മൾ തിന്നാൻ പോണത്. 6-6:30-7 മണി ആകട്ടെ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മല കണ്ടോ, നമ്മളെ തറവാടിൻ്റെ തൊട്ട മേലാക്കണം മല കാണുന്നത് കുട്ടാടൻ മലയാണ്. മലൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ വീടുള്ളത്. എന്നാലും കുറേ ആൾക്കാർ സംശയം വരും ഇതിപ്പോൾ എവിടെയാണ് സ്ഥലം എന്നുള്ളത്. ഇതിപ്പോൾ ഒതായി കഴിഞ്ഞിട്ട് കിഴക്കേ ചാത്തല്ലൂരാണ് നമ്മളെ തറവാട് കിടക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ മമ്പാടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഏതായാലും അങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കണ സംഭവം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഇവിടുത്തെ ചോറ് അറിയുന്ന നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ ബിരിയാണി തിന്നും അങ്ങനെ ഉഷാറായിക്കും. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതൊക്കെ ഞാൻ ഇതിൽ ആഡാക്കുന്നുണ്ട് കേട്ടോ. കല്യാണം ആകുമ്പോൾ അതൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോഴല്ലേ നമ്മൾ കുറച്ച് പുട്ടി അടിച്ച് ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ആ പരിപാടി അങ്ങോട്ട് നടത്തട്ടെ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ആരൊക്കെ എന്തൊക്കെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മളെ അച്ഛമ്മേൻ്റെ പേരക്കുട്ടികളാണ് കേട്ടോ. ഫുള്ളുള്ളതൊക്കെ അച്ഛമ്മേൻ്റെ പേരക്കുട്ടികളാണ്. കൂട്ടത്തിൽ ഇതാണ് ചെറിയ നാത്തൂൻ്റെ മോളാണത്, അവിയം മോള്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഇളച്ചൻ്റെ മക്കളാണിത്. പിന്നെ മൂത്തച്ഛൻ്റെ മക്കളുണ്ടായിരുന്നു, പിന്നെ നാത്തൂൻ്റെ മക്കളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും കോർത്ത് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. പിന്നെ സംഭവം അതൊക്കെ നല്ല രസമാണ്. എല്ലാവരും എല്ലാവരും കൂടി കൂടുമ്പോണ്ടല്ലോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക, കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. നമ്മളത് അങ്ങോട്ട് പറയുക, വലുത് ഇങ്ങോട്ട് കേൾക്കുക എന്നൊക്കെ പറയുന്നത് നല്ല രസമുള്ള പരിപാടി തന്നെയാണ്. ഫോട്ടോസ് ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ പാടെ പാരി വിതരാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെയുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ കല്യാണത്തിൻ്റെ അന്ന് രാത്രി കുറച്ച് പരിപാടികളുണ്ടല്ലോ. നമ്മൾ വെറുതെ തിന്ന് കയ്യും വീശി പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിലത്തെ കല്യാണം തന്നെയല്ലേ. അപ്പം ചെമ്പും പാത്രം കഴുകാനുണ്ട്, അതും കൂടി കഴുകി കവുത്തിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും കുട്ടികളുണ്ട് പാട്ടൊക്കെ ഇട്ട് ഉഷാറായിട്ട് മക്കളൊക്കെ കളിക്കുന്നുണ്ട്. ആ പാട്ട് പുറത്ത് വിടാൻ പറ്റൂലല്ലോ, കോപ്പിറൈറ്റ് അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. കുട്ടികളൊക്കെ നല്ല പോലെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ പാത്രം കഴുകാനും അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ കല്യാണ വീഡിയോ നമ്മളെ കുടുംബക്കാരെയും കൂട്ടക്കാരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾക്ക് വീഡിയോ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഹൈപ്പും മറക്കണ്ട കേട്ടോ.